പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്രയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. കരുവഞ്ചാലിൽ കെ.സി. വേണുഗോപാൽ എം.പി. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മലയോര മേഖല ഉൾപ്പെടുന്ന നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് സമരയാത്ര. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കുക, ബഫർ സോൺ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF സംസ്ഥാന കമ്മിറ്റി മലയോര സമരയാത്ര നടത്തുന്നത്. ജീവിക്കാനുള്ള അവകാശത്തിന് മുകളിലല്ല വന്യജീവി സംരക്ഷണ നിയമമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. മലയോര ജനതയുടെ അന്തകനായി പിണറായി വിജയൻ സർക്കാർ മാറിയെന്നും കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിൽ വന്നാൽ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നും യാത്രയിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് സമർപ്പിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഓമനയായ മകളെ അനാഥയാക്കി യാത്രയായ അജീഷിന്റെ മകൾ നമ്മളോട് ചോദിച്ച ചോദ്യമാണ്. ഇനി ഒരു സ്ഥലത്തും അതുപോലെ അനാഥരുണ്ടാകരുത്. അനാഥരുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ പേരുടെ ചിത്രങ്ങളില്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത്. 1000-ത്തിലധികം പേർ കൊല ചെയ്യപ്പെട്ടു. 8,000-ത്തിലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. 5,000-ത്തിലധികം കന്നുകാലികളെ കൊന്നു. 10,000-കണക്കിന് ഹെക്ടർ സ്ഥലം, കൃഷിസ്ഥലം തകർത്തു നശിപ്പിച്ചു. നമുക്കറിയാം, ചേന കൃഷി ഒന്നുമില്ല. ചേനയില്ല, ചേനയില്ല, കപ്പയില്ല, എല്ലാം പന്നി മറിച്ചിട്ടുണ്ട്. മച്ചിങ്ങ പരുവത്തിലായാൽ തെങ്ങിക്കേറി കുരങ്ങന്മാർ നാളികേരം കൊണ്ടുപോകും. വാഴ നശിപ്പിക്കും, എല്ലാ കൃഷിയും നശിപ്പിക്കും. ജീവൻ മരമായി കടോടുകയാണ്. അതേസമയം വന്യജീവി ശല്യം സർക്കാരിനെതിരെ പ്രധാന മുദ്രാവാക്യമാക്കി നടത്തുന്ന യാത്രയിൽ താൻ വനം മന്ത്രിയായിരുന്ന കാലത്തെ ദുരന്തമാണ് ആനശല്യത്തിൽ ഈ സർക്കാരും അനുഭവിക്കുന്നതെന്നായിരുന്നു കെ. സുധാകരന്റെ പരാമർശം. ആനകളെ പ്രതിരോധിക്കാൻ പല മാർഗങ്ങളും അന്ന് സ്വീകരിച്ചെങ്കിലും ഒന്നും ഫലപ്രദമായില്ലെന്നും സുധാകരൻ പറഞ്ഞു. 27-ന് ആറളത്തിൽ നിന്ന് പുനരാരംഭിക്കുന്ന യാത്ര വയനാട് ജില്ലയിൽ പ്രവേശിക്കും. തിരുവനന്തപുരം ആമ്പൂരിലാണ് സമാപനം. കടുവ ആക്രമണവും തുടർന്നുള്ള പ്രതിഷേധങ്ങളും നിലനിൽക്കുന്ന സാഹചര്യം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് UDF നീക്കം. ഉദ്ഘാടന പരിപാടിയിൽ ഘടകകക്ഷി നേതാക്കളായ P.K. കുഞ്ഞാലിക്കുട്ടി, CP ജോൺ, അനൂപ് ജേക്കബ, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു.